അപ്പോൾ കൂട്ടുകാരെ നമ്മളിതാ കോർഫക്കാൻ ബീച്ചിലാണുള്ളത്. ഒരു പ്രൈവറ്റ് റിസോർട്ട് വന്നിരിക്കുന്നത്. നമ്മളെ നാട്ടിൽ വന്ന അതേ ഒരു വൈബാണ്, നാട്ടിലായിട്ടുള്ള അതേ ബീച്ചിലെ സെറ്റപ്പെല്ലാം. അപ്പം നമ്മൾ താമസിക്കുന്ന റിസോർട്ട് ബാക്ക് സൈഡിൽ കാണുന്നതാണ്. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇപ്പറ്റുള്ള നേരം കുറേ ഏറ്റിട്ട് അതെ. അപ്പോൾ ചെറിയൊരു സ്വിമ്മിംഗ് പൂളുണ്ട്. തെങ്ങിൻ്റെയും ചെറിയ ബെഞ്ചുകളും കുട്ടികൾക്ക് കളിക്കാനുള്ള ഊഞ്ഞാലകളും എല്ലാം ഉണ്ട്. അപ്പോൾ ചെന്നപ്പോഴേക്കും അവരവിടെ സവാള വട ഉണ്ടാക്കുന്നതിനുള്ള സവാള അരിയുന്ന തിരക്കിലായിരുന്നു ടീമും. അപ്പോൾ സൂര്യയും അവരുടെ കൂടെ കൂടി. അപ്പോൾ അവരുടെ കൂടെ കൂടിയിട്ട് സവാള അരിയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോൾ ഇത്തിരി വൈകിപ്പോയി. എന്നാലും ഞങ്ങൾ ഒട്ടും അമ്മാമിച്ചില്ല. അവരുടെ കൂടെ കൂടി സവാള ഗിരിഗിരി. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഫാമിൻ്റെ ബാക്ക് ഗേറ്റ്. ഇത് ഗേറ്റ് തുറന്നിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ വിശാലമായിട്ടുള്ളൊരു ഏരിയ ഉണ്ട്. നമുക്കിവിടെ രാത്രി ഇവിടെയൊക്കെ ചെയ്തിരുന്നു, എന്താ പറയുക, ക്യാമ്പ് ഫയറും ചെയ്തിരുന്നു. അവിടെ തല്ലിത്തേങ്ങയുടെ ഒരു ചെടി മരം ഉണ്ടായിട്ടുണ്ട്, നല്ല കാണാനുള്ള ഭംഗിയാണ്. അപ്പോൾ ഞങ്ങൾ നേരെ ആണ് പോകുന്നത് ബീച്ചിലേക്കാണ്. ബീച്ചിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് ഷട്ടിൽ കളിക്കാനുള്ള ഒരു കോർട്ടുണ്ട്. അപ്പോൾ നല്ല ആകാശമായിരുന്നു, അന്ന് മഴ പെയ്യാനുള്ള സാധ്യതയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നമ്മൾക്ക് ഉണ്ണിമോളുടെ കൂട്ടുകാരെയും കൂടി കടപ്പുറത്തോട്ട് പോയി. അവിടെ എന്തൊക്കെ പെറുക്കുന്നുണ്ട്. ഞാനും ഉണ്ണിക്കുട്ടനും കൂടി ബാക്കിൽ പോയി. അപ്പോൾ കടലിനോട് ചേർന്ന് തന്നെയാണ് റിസോർട്ട്. അപ്പോൾ ഉണങ്ങിയ പുല്ലുകളെല്ലാം ഉണ്ട്. നമ്മളെ ചെറായി ബീച്ച് അടുത്താണ് എൻ്റെ വീട്. കുഴപ്പള്ളി ബീച്ചിലാണ് എൻ്റെ വീട്. ബീച്ചിൻ്റെ അടുത്താണ് വീട്. അപ്പോൾ ഇവിടുത്തെ ആ ഒരു പ്രത്യേകത എങ്ങനെയല്ലേ, ഇവിടെ മണ്ണുണ്ട്, കല്ലുണ്ട് ബീച്ചിൻ്റെ അടുത്ത്. അവിടെ നമ്മുടെ കല്ലൊന്നും ഉണ്ടാവില്ല. ചെറിയ ബീച്ചിൽ കല്ലില്ല. അപ്പോൾ ഉണങ്ങിയ പുല്ലും. അപ്പോൾ ഉണ്ണിക്കുട്ടിയൊക്കെ എന്തൊക്കെയോ അവിടെ പറക്കുന്നുണ്ട്, കണ്ടില്ലേ, ഇത്തല് പറക്കണം തോന്നും. ഇത്തലും ശംഖൊക്കെ പറക്കുന്നുണ്ട്. എന്നാലും കുത്തനെയുള്ള ബീച്ചാണ്. അടിയിൽ നടുക്കെല്ലാം കല്ലിട്ടിട്ടുണ്ട്. കല്ലെല്ലാം നമ്മൾ ഈ മലം പ്രദേശത്തെ പുഴകളിൽ പോകൊണ്ട് ഉരുണ്ടിരിക്കുന്നത്. അത് തിരടിച്ച് കയറി ഉണ്ടാക്കാൻ തോന്നും. അപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ ബിനീഷ് ഉണ്ട്. ബിനീഷാണ് നമ്മളെ ക്യാമറ എടുത്തുന്നത്. തൊണ്ടിപ്പുറംകാരനാണ്, എൻ്റെ കളിക്കൂട്ടുകാരനാണ്. അവനും വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ അന്ന് കോർഫക്കാൻ ബീച്ചിലാണ്. ഇവിടെ നിന്ന് തകർക്കാൻ പോവാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ കോർഫക്കാൻ ബീച്ചിലെ ആ ഒരു എന്താ പറയുക കാഴ്ച. അപ്പുറത്ത് മല കാണാൻ പറ്റും കേട്ടോ. ഇപ്പുറത്ത് വേറൊരു റിസോർട്ട് ഉണ്ട്, അതിൻ്റെ ബൗണ്ടറി ഉണ്ട്. ഇവിടെ പിള്ളേർ ഇതൊക്കെ പറക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് പറഞ്ഞ് പഠിപ്പിച്ചു, അവിടെ കടൽ പാമ്പ് ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ ഇരുട്ടാ പറയും. അപ്പോൾ അങ്ങനെ കയറിയപ്പോഴേക്കും സൂര്യ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിതാ ബീച്ച് കണ്ടു, ബീച്ചിൻ്റെ അവസ്ഥ കണ്ടു, അവരോട് സംസാരിച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും അവിടെ പോയിട്ട് അവിടെ ഒരു നല്ലൊരു ഊഞ്ഞാലുണ്ടായിരുന്നു. ഊഞ്ഞാലിൽ പോയി ഉണ്ണിക്കുട്ടൻ സമ്മതിക്കില്ല. മാക്രിനെ വിളിച്ചങ്ങനെ മാറ്റിയിട്ട് ഞങ്ങൾ കയറിയിരുന്നു. എന്നാലും അവൻ അവിടെ കട്ടുറുമ്പായിട്ട് വന്ന് ഞങ്ങളുടെ ഇടയിൽ കയറിയിരിക്കുക. അമ്മക്കുട്ടിയാണ്, അതുകൊണ്ട് അവൻ മാറില്ല. അപ്പോൾ ഞങ്ങൾ ഊഞ്ഞാലയൊക്കെ ആടി. അപ്പോൾ അത് ബിനീഷ് കവർ ചെയ്ത്. ഞങ്ങളുടെ വീഡിയോഗ്രാഫർ വെഡിങ് വീഡിയോഗ്രാഫർ അതിനുശേഷം ഇപ്പോഴാണ് പുള്ളിക്കാരൻ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറാണ്. എൻ്റെ ക്യാമറ എൻ്റെ മൊബൈലിലാണ് പുള്ളി എടുക്കുന്നത്. അപ്പോൾ നല്ലൊരു ദിവസം, നല്ലൊരു ഊഞ്ഞാല, നല്ലൊരു അന്തരീക്ഷത്തിൽ ഞങ്ങൾ അവിടെ എൻജോയ് ചെയ്തു. അതിനുശേഷം ഞങ്ങളെ വീണ്ടും ആ ഒരു നമ്മുടെ റിസോർട്ടിലേക്ക് പോവുകയാണ്. ഇതൊക്കെ ബാക്കിലേക്കുള്ളത് ബദാം, തല്ലിത്തേങ്ങ എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ അല്ലേ, തുറന്ന് ഇതിനകത്ത് കയറിയപ്പോൾ കളിക്കുന്ന സാധനങ്ങൾ. അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു അന്തരീക്ഷം. നമ്മളുടെ രഞ്ജി ടീമും എല്ലാവരും വരുന്നുണ്ട്. സവാള വട കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ബുക്കിങ്ങുകൾ തയ്യാറെടുപ്പിലാണ് അവർ. അപ്പോൾ അതാണ് രഞ്ജി ഭായി. അപ്പോൾ അവർ ടീമെല്ലാം സവാള വറുത്തവൻ്റെ അകത്ത് സവാള വട ഉണ്ടാക്കുന്ന തിരക്കിലാണ് രഞ്ജി ഭായിയുടെ വൈഫും സുഹൃത്തുക്കളും. ഇതാണ് അവിടുത്തെ അടുക്കള. കുഴപ്പമില്ല. അതായത് നമ്മളുടെ ഒരു ബെഡ്റൂമാണ്. പൊട്ടക്യാബെല്ലാം ഉണ്ടാക്കിയാണ്. AC ആണ്, ഫുൾ അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. ഒരു ഫാമിലിക്ക് താമസിക്കാം. അതായത് അപ്പുറത്ത് തന്നെ 4 പേർക്ക് താമസിക്കാൻ പറ്റും. അതുപോലത്തെ വേറൊരു ബെഡ്റൂമും. ഇതെല്ലാം ടെമ്പററി ഉണ്ടാക്കിയെന്ന് തോന്നുന്നുണ്ടോ. അപ്പോൾ പുറത്ത് നല്ല വിശാലമായിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. അപ്പോൾ നമുക്ക് ഒരു സ്വിമ്മിംഗ് പൂളുണ്ട്. നമ്മുടെ അപ്പോൾ വിഷ്ണു വന്നിട്ടുണ്ട്, നമ്മളെ ചെണ്ടകൊട്ടൻ്റെ രണ്ടാമത്തെ ആശാനാണ്. അടുത്തൊരു ഹാള്.
ഈ ഹാളിൽ അത്യാവശ്യം 10-20 പേർക്ക് കിടക്കാൻ പറ്റുന്ന ഒരു ഹാൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ നല്ല സെറ്റുകളും സോഫയൊക്കെ ഇട്ടൊക്കെ നല്ല സ്ഥലം. രാത്രി ഇവിടെ തന്നെ ആണെങ്കിൽ ഒരു 10 പേർക്ക് കിടക്കാൻ തോന്നും, 10-20 പേർക്ക് നല്ല കിടക്കാൻ തോന്നും സോഫയിലൊക്കെ ഇട്ടും. അപ്പോൾ വലിയൊരു ടീമിനെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കഴിഞ്ഞു. ഇത് ഈ പറഞ്ഞ 2 ബെഡ്റൂം ഹാൾ പോലെ പുറത്തുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ശരിക്കും പോലെ പെർമനൻറ്റ് ബിൽഡിങ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്വിമ്മിംഗ് പൂൾ ഇതാണ്, ചെറിയൊരു സ്വിമ്മിംഗ് പൂളാണ്, പക്ഷേ ഭയങ്കര ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. മുകളിൽ നിന്ന് വെള്ളം വീഴുന്നുണ്ട്, തൊട്ടൊക്കെ ഒക്കെ ഉണ്ട്. അപ്പോൾ നല്ലൊരു സ്വിമ്മിംഗ് പൂളാണ്. അപ്പോൾ ആ സ്വിമ്മിംഗ് പൂളിലെ കാഴ്ചയെല്ലാം കണ്ടു. നല്ല ബ്ലൂ കളർ, പച്ച കളറിൽ ലൈറ്റൊക്കെ വരുന്നുണ്ട്. എന്താ ഉണ്ണിക്കുട്ടനും വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു അവസ്ഥ. ഇപ്പോൾ ഈ സൈഡിൽ കാണിച്ചു തരട്ടെ. അതിൻ്റെ സൈഡിലേക്ക് നമ്മുടെ ചെറിയ തെങ്ങിൻ്റെ തൈകൾ വെച്ചിട്ടുണ്ട് അവിടെ. ഈ നമ്മളുടെ ചെടിക്കൂട്ടിൽ അതുപോലെ നമ്മുടെ ബോഗൻവില്ല ചെടികളുണ്ട്. തെങ്ങ് നേരത്തെ കാണിച്ച തെങ്ങിൻ തൈയാണ് നമ്മുടെ തൈന്ന് പറയുന്നത്. പക്ഷേ അതിപ്പോൾ കൊലക്കാരായിരുന്നു, കൊലിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കയറാൻ നോക്കി, പക്ഷേ പാനിട്ടുകൊണ്ട് കയറാൻ പറ്റില്ല. നേരെ ഇറങ്ങി നമ്മൾ അവരുടെ അടുത്ത 1 ബെഡ്റൂം ഹാളിലേക്ക് കാണിച്ചു തരാം കേട്ടോ. അതാണ് അവരുടെ അടുത്ത ഹാൾ. ഈ ഹാള് കുറച്ച് വലുതാണ്. വലിയ ഇതിൽ 10-20 പേര് എന്തായാലും കിടക്കും. അപ്പോൾ ബാച്ചിലർ ടീമൊക്കെ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ഹാളിൽ ചെയ്യാൻ വലിയൊരു TV ഉണ്ട്, അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും സൗകര്യമായിട്ടുള്ളൊരു ഏരിയയാണ് ഇത്. ഹാളാണ്. അപ്പുറത്തൊരു ബെഡ്റൂം ഉണ്ട് കേട്ടോ. അപ്പുറത്തൊരു ബെഡ്റൂം കൂടി ഉണ്ട്, കാണിച്ചു തരാം. അവിടെ ഞങ്ങൾ കിടന്നത്. ഇതും ഒരു ബെഡ്റൂമാണ്. അപ്പം മൊത്തത്തിൽ 3 ബെഡ്റൂമും ഒരു ചെറിയ ഹാളും ഒരു വലിയ ഹാളും ഒരു കിച്ചൺ അടങ്ങിയ ഒരു സെറ്റപ്പാണ് ഇതുള്ളത്. എന്തായാലും ശരിക്കും പറഞ്ഞെങ്കിൽ ഒരു 1 ബെഡ്റൂം ഹാൾ പോലെ സെറ്റപ്പിൽ അവർ എക്സ്റ്റെൻഡ് ചെയ്താക്കണമാണ് അത്. ഇവിടെ നല്ലൊരു വാഷ്റൂം ഉണ്ട്. ഓക്കെ, വൃത്തിയായിട്ടുള്ളൊരു വാഷ്റൂം എല്ലായിടത്തും ഉണ്ട്. എല്ലായിടത്തും വാഷ്റൂം അറ്റാച്ച്ഡ് ആണ്. എന്തായാലും ഇതിൻ്റെ പെർമനൻറ്റ് ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇനി ഇവിടുത്തെ വൈബ് എന്തായിരിക്കും എന്നുള്ളത് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ എന്തായാലും ബൈ ബൈ.